അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 1. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വസ്തരുമായി കൊലോസ്യയിലുള്ള സഹോദരർക്ക് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുള്ള പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും പറ്റി കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ അത് കേൾക്കുകയും ദൈവകൃപ യഥാർത്ഥമായി ഗ്രഹിക്കുകയും ചെയ്ത നാൾ മുതൽ സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് ഫലം പുറപ്പെടുവിച്ചും വളർന്നും കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ എപ്പഫ്രാസിൽ നിന്ന് നിങ്ങൾ അത് ഗ്രഹിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹം അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാ വിവേകത്തോടും ആത്മീക ജ്ഞാനത്തോടും കൂടി ദൈവഹിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാകണമെന്നും എല്ലാ കാര്യത്തിലും കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവിടുത്തേക്ക് യോഗ്യമായ വിധം നടന്നും സകല സൽപ്രവൃത്തികളിലും ഫലം കായിച്ചും ദൈവിക പരിജ്ഞാനത്തിൽ വളരണമെന്നും സന്തോഷപൂർവം സകല സഹിഷ്ണുതയും ദീർഘക്ഷമയും കാണിക്കുവാൻ വേണ്ടി അവിടുത്തെ മഹത്വകരമായ വല്ലഭത്വത്തിനൊത്തവണ്ണം എല്ലാ ശക്തിയും പ്രാപിച്ച് ബലപ്പെടണമെന്നും വിശുദ്ധർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന്റെ ഓഹരിക്ക് നമ്മെ യോഗ്യരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി തീരണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആ പുത്രനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സകല സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകലവും, സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ എല്ലാം തന്നെ ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ, സകലത്തിനും അവിടുന്ന് ആധാരമായിരിക്കുന്നു. അവിടുന്ന് സഭയെന്ന ശരീരത്തിന്റെ ശിരസ്സാകുന്നു. സകലത്തിലും തനിക്ക് പ്രഥമസ്ഥാനം ലഭിക്കേണ്ടതിന് അവിടുന്ന് ആരംഭവും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനുമാകുന്നു. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കുവാനും ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ ആയ സകലത്തെയും തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ ഇപ്പോൾ വിശുദ്ധരും നിഷ്കളങ്കരും അനിന്ദ്യരുമായി തന്റെ മുമ്പിൽ നിർത്തേണ്ടതിന് അവിടുന്ന് ക്രിസ്തുവിന്റെ ജഡശരീരത്തിൽ ക്രിസ്തുവിന്റെ മരണത്താൽ നിരപ്പിച്ചിരിക്കുന്നു. ആകാശത്തിൻ കീഴിൽ സകല സൃഷ്ടികളോടും ഘോഷിച്ചും നിങ്ങൾ കേട്ടും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായും ഇരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകിപ്പോകാതെ നിങ്ങൾ വിശ്വാസത്തിൽ വേരൂന്നിയവരും അടിസ്ഥാനപ്പെട്ടവരുമായി തുടരുമെങ്കിൽ നിങ്ങൾ അങ്ങനെ അവിടുത്തെ മുമ്പിൽ നിൽക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടതകളിൽ ഇപ്പോൾ ഞാൻ സന്തോഷിക്കുകയും ക്രിസ്തുവിന്റെ കഷ്ടതകളിൽ കുറവുള്ളത് സഭയാകുന്ന അവിടുത്തെ ശരീരത്തിന് വേണ്ടി എന്റെ ശരീരത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ നിയോഗപ്രകാരം ദൈവവചന ഘോഷണം പൂർണ്ണമായി നിറവേറ്റുവാൻ ഞാൻ സഭയുടെ ശുശ്രൂഷകനായി തീർന്നു. ഈ വചനം യുഗങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവിടുത്തെ വിശുദ്ധർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. വിജാതീയരുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഇഷ്ടമായി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നതാണ് ആ മർമ്മം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനോടും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ ലക്ഷ്യത്തിനു വേണ്ടി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിക്ക് അനുസൃതമായി പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു.